കണ്ടില്ല, എവിടെ കലക്കി? ഓ, മിഷൻ ഉണ്ടായിരിക്കും അല്ലേ? എത്തില്ലെങ്കിൽ അഴ താത്തി തരാട്ടോ. കുഴപ്പമില്ല. കണ്ടില്ല പുറത്തോട്ടൊന്നും. ഇതൊക്കെ ആരുടെ ഈ ഡ്രസ്? എന്റെ വെള്ളം തീരുമാനിക്ക് പറയണോട്ടോ. ഞാൻ അമ്പിളിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിച്ച് ഇപ്പുറത്താണേ. ഞാൻ സഹായിക്കണോ? വേണ്ട. എന്താ ഉണ്ടാക്കിയ രാവിലെ? അതിന്റെ മുത്ത് ഒഴിഞ്ഞു. അത് അങ്ങനെ ഇട്ട് ഉണങ്ങൂല്ല, നീക്കി നീക്കി ഇടണം. ഈ പെങ്കൊച്ചത് എവിടെ ഇട്ടാൻ പോണത്? ബേബി തക്കളിങ്ങോളുടെ അത്രയുള്ള ഉടുപ്പോ? ഇതിന് തലയ്ക്ക് വെളിവില്ലായിരിക്കും. ആ പെങ്കൊച്ചതൊക്കെ കണ്ട് പഠിക്കാതിരുന്നാൽ മതിയായിരുന്നു. കുപ്പിവെള്ളം ഉപഭോഗം ഒരു കടി. ഇത് മറ്റേതല്ലേ ബാ? കളിക്കരുത്. 6ാം ക്ലാസ്സിലായി മലയാളം വായിക്കണല്ലോ. നേരെ വായിക്കേ. ഉപഭോഗം. ഓ, ഇതാണല്ലേ ഭോഗം. ഒരു കാടില് ഒരു കൊടി. എന്റെ ക്ലീറ്റോ, ഇങ്ങനെ മനുഷ്യരുണ്ടോ ക്ലീറ്റോ? ഞാൻ ആദ്യം 4 അക്ഷരം പറഞ്ഞു കൊടുക്കണേ, അതിനും കുഴപ്പമില്ല. അതല്ല, പിന്നെ അവള് ഏവള് ഞാൻ അവിടെ തുണി അലക്കിക്കൊണ്ട് നിക്കാണ്. തൊട്ടപ്പുറത്താണല്ലോ താമസിക്കണേ. അവള് രാഗി അവിടെ തുണി വിരിക്കാൻ വേണ്ടി വരിക. ഒന്ന് ചിരിച്ചു കാണിക്കാം. മനുഷ്യനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിക്കൂലേ? അത് മനുഷ്യനാണ് തോന്നിക്കാണൂല, അതുകൊണ്ടായിരിക്കും. പോകലിട്ടൊന്ന് മനുഷ്യൻ തോന്നാത്തോണ്ടാ. എന്റെ അടുത്ത് ഭയങ്കര കൂട്ടായല്ലോ. നിന്നെ മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാ. പാവം ചേച്ചി. ഇതൊന്നുമല്ല, അഹങ്കാരം. ഞാൻ എന്തൊക്കെ വർത്താനം പറഞ്ഞെന്നറിയാം പെണ്ണിനോട്. തുണി അലക്കിയോ? അവളുടെ വായിന്ന് മുത്തുങ്ങ് വീഴും ഒന്ന് എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും അങ്ങനെ ഒരു മര്യാദയില്ലേ? നമ്മളുടെ വീട്ടിലല്ലേ അവര് കയറി താമസിക്കുന്നത്. അപ്പൊ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ എന്താ അവക്ക്? അതോ ക്ലീറ്റോ പൊന്നോ, അത് കണ്ടിട്ടാ എനിക്ക് കൊറേ തുണി വിരിച്ചിടാൻ വന്ന അവളുടെ ഉടുപ്പ് കാണണം. ആ ഡ്രസ്സൊക്കെ കീറിയതാണെങ്കിൽ വേണ്ടിയില്ലല്ലോ. ഇതേ പാവാട അത് ഇത്ര ഇറക്കം, ബ്ലൗസ് ഇത്ര ഇറക്കാം. ഇവളിട്ട് വെക്ക് ചെറുതാ ഉടുപ്പ്. അതിനെന്താ കുഴപ്പം? അങ്ങനെയൊക്കെ ഇടാനല്ലോ. അങ്ങനെ ഫാഷൻ ഒന്നും കാണിച്ച് നടക്കാൻ നിൽക്കണ്ട. എന്റെ മുകളിൽ എനിക്ക് കാണിച്ചില്ല. അവള് വന്ന അത്രയും ദിവസമായല്ലോ ഡ്രസ്സിനെ പറ്റി പറഞ്ഞാണ്ട് അവള്. ഈ പെങ്കൊച്ച് വളർന്നവരെ എന്തായി തീരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ല. നീ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കണത്? അവള് ചിരിച്ചില്ല, അവള് മിണ്ടിയില്ല എന്നും പറഞ്ഞ് നടക്കണേ. ഒരു കണക്കിന് ഇന്നത്തെ കാലത്ത് ആ പെണ്ണിന്റെ രീതിയാണ് നല്ലത്. വെറുതെ ആവശ്യമില്ലാതെ മിണ്ടി അങ്ങോട്ടൊന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് ഇനി അവനും കൂടെ അതുപോലെ ആകണം. അതാണ് അവളെ പിന്തുടരണം, മിണ്ടരുത്. മനുഷ്യനോട് മിണ്ടി എപ്പോഴാ നടന്നിട്ടുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ലേ വലുത്? നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആങ്ങളെ വിളിച്ചിട്ട് പറ, അപ്പുറത്ത് താമസത്തിലൊന്നും ആ പെണ്ണ് എന്നോട് മിണ്ടല്ല, അവരെ ഇവിടുന്ന് താമസം മാറ്റാൻ പറ. അതിന് അമ്പിളിക്കുട്ടി ഞാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതോ ഇവളുടെ വിചാരം എന്താണെന്നറിയോ ക്ലീറ്റോ? ഇവള് വലിയ ദുബായ്ക്കാരി. അവൾ ഇവിടെ നിന്ന് ജനിക്കേണ്ട ആളല്ല. അവൾക്ക് നമ്മളെയൊക്കെ അങ്ങ് പുച്ഛം. ആ ഭാവം അങ്ങോട്ട് മാറ്റണം. നമ്മളത് ദുബായ് കാണാത്തതാണോ? നീ ദുബായ് പോയിട്ടുണ്ടോ? ക്ലീറ്റോ പോയതല്ലേ? എപ്പോ? ജോലിക്ക് പോയില്ലേ പണ്ട്? അത് ഞാൻ 10 ദിവസം പോലും തികച്ച അവിടെ നിന്നില്ല. മതി, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ കാലെടുത്ത് വെച്ചാൽ പിന്നെ ദുബായ്ക്കാരനാ. എന്നിട്ട് ആ അഹങ്കാരം ക്ലീറ്റോ ആരോടെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കാണിച്ചിട്ടുണ്ടോ? ദുബായ്ക്കാരന്റെ ഭാര്യ എന്നുള്ള നിലയിൽ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? എന്തായാലും നിന്റെ ആങ്ങളല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത്. അല്ല പിന്നെ ഞാൻ ആ അമ്പിളിക്കുട്ടൻ ചേട്ടനെ ഓർത്ത് മാത്രം ക്ഷമിക്കേണ്ടതാ. അല്ലെങ്കിൽ എനിക്കിതൊന്നും കണ്ണി കാണേണ്ട കാര്യമൊന്നുമില്ല.
ഓഹോ അത് ശരി. അമ്പിളിക്കുട്ടൻ നിങ്ങൾക്ക് ചേട്ടൻ. എന്താ വേണ്ട, ചായയോ? അതെ, ചായ ചോദിച്ചിട്ട് കുറേ സമയമായി. നേരം എടുത്താൽ ഇത് തന്നെയാണ്. അപ്പുറത്തെ ഇപ്പുറത്തെയും കുറ്റവും അതെങ്ങനെ ഒരിടം വെള്ളം കോരി വെക്കരുത്. അവിടുത്തെ അവിടെ ചായ ചായ എന്ന് പറഞ്ഞങ്ങ് ഇരുന്നാ മതി. കുറവും പറയാം. ഇവിടെ നിന്ന് ഇങ്ങനെ ആയിപ്പോയി. ഡി, എന്താ അവിടെ? ഇങ്ങോട്ട് പാടി. എന്തോ ഹായ്. ഹായ്. എന്താ എന്താ എന്ത്? അല്ല, ഞാൻ ചേച്ചി കാണാൻ വേണ്ടി വന്നതാ. ആ ഞാൻ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വന്നതാ. ആ ശരി. ശരി. ടാറ്റ. പിന്നെ തക്കളി ഒന്ന് പെട്ടെന്ന് വന്നേ, ഡാഡിക്ക് വേറെ ആവശ്യമുണ്ട്. എന്താ നിക്കത് ഇവിടെ നിന്ന് ചെയ്യട്ടെ. മതി ഒരുങ്ങിയത്. മതി. അയ്യോ അമ്മ ഉമ്മ. ഡാഡി ഉമ്മ. രണ്ടു മൂന്ന് പ്രാവശ്യമായി. ആ ടാറ്റ. മക്കളെ ഇവിടെ സ്കൂളിൽ പോണാ? ഓ എൻ്റെ അച്ഛനെ 4 അക്ഷരം കൂടെ പറഞ്ഞു കൊടുക്കണേ. കുറച്ച് നല്ല കാര്യങ്ങളും. 4 അക്ഷരം അല്ലടേ, മലയാളത്തിൽ കുറേ അക്ഷരമുണ്ട്, 19 അക്ഷരമുണ്ട്. അതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ട് നിന്നെ പഠിപ്പിച്ചു തരണുണ്ട്. യാരാ ലാവാ ഷാ സാഹ. പിന്നെ ഒരു ഇക്ഷ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്, അറിയാമോ? ഇങ്ങനെ എഴുതണേ. ആ അത് നിന്നെ ഞാൻ എഴുതിപ്പിക്കും കേട്ടാ. കൂടുതൽ നിങ്ങളിക്കല്ലേ നീ. അല്ലേ എഴുതാതെ നോക്കിയാൽ മതി. ആ അയ്യോ തക്കളി, എന്തോ ഡി, എന്തുവാ? ഇത് വേണ്ടേ? നീ എന്ത് കാര്യത്തിന് സ്കൂളിൽ പോണേ? തിരിഞ്ഞ അങ്ങോട്ട്. ഒന്ന് പെട്ടെന്ന് വന്നേ. ദേ അവള് പെൻസിൽ പെൻസിൽ എടുത്തില്ല. അത് എന്നും അങ്ങനെയാണല്ലോ. മതി. ബാക്കിയെല്ലാം വെച്ചല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞ 2 ലക്ഷത്തിന്റെ കാര്യം എന്തായി? അത് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ എന്താ വേണ്ടാത്തത്? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതൊന്നും ശരിയാവില്ല. എൻ്റെ അമ്പിളി ചേട്ടാ, അത് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വീട് പണി നടക്കില്ലേ? അതിന് നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? എനിക്ക് അഭിമാനക്ഷത ഏക്കുന്ന ഒന്നും ഞാൻ ചെയ്യൂല. നിങ്ങളുടെ ഒരു ദുരഭിമാനം കാരണം ഞാനാ ഈ നശിച്ച വീട്ടിൽ കിടന്ന് നീർന്നത്. ഇടീ ദുരഭിമാനമല്ല, അത് അഭിമാനമാണ്. എന്താ അഭിമാനം എന്നാ അമ്പിളിച്ചേട്ടൻ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ഓരോരുത്തർ കാശ് കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടുക, ഈ വീട് പണിയും കല്യാണം പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുതരാന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട. എടീ കാശിന് വേണ്ടി നെട്ടോട്ടോടുന്ന പേര് പലരും കാണും. ആ കൂട്ടത്തിൽ എന്നെ കൂട്ടാതെ. ഒന്നാമത് ഞാനൊരു ജനപ്രതിനിധിയാണ്. അത് കാശ് വാങ്ങിച്ചാൽ ശരിയാവില്ല. എൻ്റെ അമ്പിളിച്ചേട്ട, ആ കാശ് വാങ്ങിച്ചോണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ വീട് പണി തീർത്തൂടെ? ഈ തീർത്തിട്ട് വേണമെങ്കിൽ നശിച്ച് വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോവാ അവിടെ നിന്ന്. എടീ വീട് പണി തീരാൻ ഞാൻ പറഞ്ഞില്ലേ, ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാം. കിട്ടും. ലോൺ ഇപ്പൊ കിട്ടും. കുറെ നാളായല്ലോ നിങ്ങളുടെ ലോൺ വരാൻ തുടങ്ങിയിട്ട്. ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി നമ്മുടെ തല നിറച്ചിട്ടാണ് ലോൺ വരാൻ പോണത്. അപ്പോഴേക്കും എന്റെ ഗതികേട് അല്ലാണ്ട് എന്താ പറയാ. നിങ്ങൾക്ക് ആ 2 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ? നീ മറ്റുള്ളവരും പേരെ നാണം കിടത്തി അടങ്ങോളാം. അങ്ങനെയാണെങ്കിൽ നീ വാങ്ങിക്കുക, കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അന്ന് നീ എന്റെ തനി ഗുണം കാണും. ഒന്നും ഉണ്ടാവില്ല. ഹലോ. ആ സമ്മതിച്ചു. ഓ കുറെ നിർബന്ധിച്ചു സമ്മതിച്ചു കിട്ടാൻ. ഒരു കാര്യം ചെയ്യോ, ഒരു 8 മണിക്ക് ശേഷം വന്നോ. അപ്പം അമ്പിളിച്ചേട്ടൻ ഇവിടെ ഉണ്ടാവും. ആ 2 ലക്ഷം രൂപയായിട്ട്. ആ ശരി. ആ ഓക്കെ. അമ്പിളിച്ചേട്ടാ, ചായ എടുക്കട്ടെ? അമ്പിളിച്ചേട്ടാ.
തളികയിൽ പൊങ്കലുമായി വന്ന കളിക്കല്ലേ ഇവിടെ ഇരുന്ന് എന്താണ് ഇരിക്ക്. ദേ വീഴണ്. അതെ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ന് രാവിലെ അമ്പിളിക്കുട്ടൻ ചേട്ടനും മറ്റേ രാഗിയും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു നമ്മുടെ തിണ്ണയിലിരുന്ന്. ഞാനപ്പോ പതുങ്ങി നിന്ന് കേട്ടു. നാണം വേണ്ടി നാണം. ഇത് ഒരു ഭാര്യ ഭർത്താവ് കൂടെ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് നിനക്ക് ഇമാരികളെ ഒളിഞ്ഞു ഓട്ടവും അപ്പുറത്ത് ചെവി വെച്ച് കേൾക്കല് എന്തിനാണത്? അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോലെ വല്ലവരുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് നോക്കണത്? എന്നാ ഞാൻ പറയണില്ല, നിങ്ങളും കൂടി അറിയണമെന്ന് തോന്നിയ കാര്യം ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അറിയേണ്ട എന്ത് കാര്യം? അറിയാൻ പാടില്ല, പോയി അന്വേഷിക്കേ. അത് പറഞ്ഞോ? ഞാൻ അറിയേണ്ട കാര്യമാണെങ്കിൽ പറഞ്ഞു പറ. അതെ അവരുടെ പെരപണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അമ്പിളിക്കുട്ടൻ ചേട്ടൻ്റെ. അപ്പൊ ഇപ്പൊ അത് നിർത്തി വെച്ചേക്ക, പൈസ ഇല്ലാത്തതുകൊണ്ട്. അത് നീ അറിഞ്ഞോ? അതൊക്കെ അവര് പറയുന്നുണ്ട്. അപ്പൊ ഇത് സംഗതി എന്താന്ന് വെച്ചാല് ഇപ്പൊ രാഗി എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവള് പുതിയ വഴി കണ്ടുപിടിച്ചേക്കാണ്. അമ്പിളിച്ചേട്ടനെ കൊണ്ട് എന്തോ കാര്യം സാധിപ്പിച്ചിട്ട് കൈക്കൂലി മേടിക്കാൻ. അതെന്ത് കാര്യമായിരിക്കും? എന്തോ കാര്യം ആരെയോ വിളിച്ച് സാധിക്കാനുണ്ട്. അമ്പിളിച്ചേട്ടനാണെങ്കിൽ അമ്പിലും വില്ലിലും സമ്മതിക്കണില്ല. ഇവളാണെങ്കിൽ സമ്മതിക്കാതിരിക്കാൻ പൈസ മേടിക്കണം എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യനിട്ട് ചക്രശ്വാസം വരിപ്പിക്കുക. അവസാനം എന്നിട്ട് പാവം ഗത്യന്തരില്ലാതെ എന്തെങ്കിലും സംഗതി കിട്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്താണെന്നുള്ളത്. എടീ, പുതിയ പാലത്തിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതോ കോൺട്രാക്ടർ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. എനിക്കും തോന്നി പാലത്തിന്റെ പോലെ എന്തോ സംഗതിയാ പറയണതെന്നുള്ളത്. 2 ലക്ഷം രൂപ. അപ്പൊ അത് തന്നെ. എന്നിട്ട് കേക്ക് തീർന്നില്ല. അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഇഷ്ടക്കേടോടുകൂടി സമ്മതിച്ചിട്ട് പോയല്ലോ. അവൾ അപ്പൊ തന്നെ ഈ പൈസ തരാന്ന് പറഞ്ഞ കക്ഷിയുണ്ടല്ലോ, അവിടെ ഫോണിൽ വെച്ച് അയാളെ വിളിച്ചു. എന്നിട്ട് പറയാണ് അമ്പിളിച്ചേട്ടൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, കാര്യം സാധിക്കും. അപ്പൊ ഇന്ന് രാത്രി തന്നെ പൈസ കൊണ്ട് തന്നോളാൻ. കണ്ടോ, ഭർത്താവിന് പിന്തുണ ഉണർന്ന ഭാര്യമാർ ഇങ്ങനെ ആയിരിക്കണം. പൊതുപ്രവർത്തകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇത് മതി ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ജയത്തിന്. അതിന് വഴി ഞാൻ കണ്ടെത്തിക്കണം പാർട്ടി. പിന്നെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഒരു ദോഷം വരരുത് കേട്ടോ. അയാൾ നിരപരാധിയാ. അവളാണ് എല്ലാം ഇങ്ങനെ ഏഷ്ണികേറ്റി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അമ്പിളിക്കുട്ടനെ ദോഷം വരും, വേറെ ആർക്കും ദോഷം വരില്ല. അവനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞാൻ കടത്തും. എടാ അമ്പിളിക്കുട്ട, ദൈവം എൻ്റെ കൂടെയാണെടാ. ഇന്ന് വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷൻ ആർക്കുന്ന അതിൻ്റെ കൊച്ചന്. എടാ നീ ഒരു 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വാ. അമ്പിളിക്കുട്ട, നിന്നെ പൂട്ടാനുള്ള പൂട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കൂടാ. തങ്കം, കടുപ്പത്തിലൊരു ചായ എടുക്കോ. അവൻ്റെ നടത്ത കണ്ടില്ലേ, പൈസ ഇപ്പോൾ കൊണ്ടുവരും. ആപ്രാന്തപ്പെട്ട് നിൽക്കണവൻ. എടാ അമ്പിളിക്കോട്ടാ, നിന്റെ കളി ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. നാട്ടുകാർ മുഴുവനും അറിയടാ നിന്റെ യഥാർത്ഥ സ്വഭാവം. അതെ, മൊബൈൽ റെഡിയാക്കി വെച്ചോണം. അയാൾ പൈസയും കൊണ്ടുവരണം, മുഴുവനും ഷൂട്ട് ചെയ്ത് എടുത്ത് വെച്ചോണം. നാളെ പഞ്ചായത്ത് മുഴുവനും ആളുകളെ അറിയാനുള്ള ഒരു തെളിവാണത്. മൊബൈൽ ചാർജ് ഉണ്ടല്ലോ. ഉണ്ട്. അയ്യോ, അവളുടെ ഒരു നടത്തേക്ക് നോക്കി കിട്ടിയവന് പൈസ മേടിച്ചു കൊടുക്കാം, കൈക്കൂലി മേടിച്ചു കൊടുക്കാം. എന്ത് ഉത്സാഹം നോക്ക്. ശരിയാക്കി തരാം. മൊബൈൽ എടുക്ക്. അകത്തുണ്ട്, വാ കയറി വാ. അകത്തേക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി. അയ്യോ അമ്പിളിച്ചേട്ടാ, ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ ഉടനെ പോകുന്നുണ്ട്. വായിച്ചോ? ശരിയാ, ഇറങ്ങുന്ന. ഹലോ, ഒന്ന് പോകാൻ വരട്ടെ. ഒന്ന് നിന്നേ, അങ്ങനെ പോകല്ലേ. നിക്കവിടെ, അവിടെ നിക്ക്. ആരാ ഇത്? എന്റെ കൂട്ടുകാരൻ തന്നെ, അപ്പുറ താമസം. അമ്പിളിക്കുട്ടാ, എന്താ എന്തായാലും നാളെ നേരം വെളുക്കുമ്പോ നിന്റെ തനി രൂപം ഈ പഞ്ചായത്ത് മുഴുവനും അറിയും. എന്ന് വെച്ചാലല്ല,
എടാ കോൺട്രാക്ടറെ കലക്കി കേട്ടാ എടാ ഉരുണ്ട് കളിക്കല്ലേ. പാലം പണിയാൻ വേണ്ടി ഇയാൾക്ക് ടെൻഡർ കൊടുക്കാൻ നീ കൈക്കൂലി വാങ്ങിക്കില്ലടാ. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാത്ത ഉരുളത് കണ്ടില്ലേ അവൻ? ഏത് പാലം? ഞാൻ നീണ്ടകര പാലം ഒന്നും അറിഞ്ഞൂടാ അല്ലടാ നിനക്ക്. നിനക്കേ ഇവിടെ നിന്ന് വാരിക്കെട്ടി എങ്ങനെ പോകും? വാരിക്കെട്ടി ജയിലിലോട്ടല്ലേ പോകാൻ പറ്റൂ? എനക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഇയാള് കൊണ്ടുവന്ന തലക്കല്ലോ അടി വെച്ചാ പിന്നെ ഈ കൊണ്ടുവന്ന പൈസ നീ കൈക്കൂലി വാങ്ങിച്ചാലടാ. പാലം പണിയാൻ ടെൻഡറിന് കൈക്കൂലി തന്നെയാണ്. അത് ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തല്ലേ വീട് വെക്കാൻ വേണ്ടി. ആണല്ലേ? വീട് വെക്കാൻ 2 ലക്ഷം രൂപ ഇയാള് കൊടുത്ത് ചുമ്മാ ഇയാള് കൊണ്ട് കൊടുക്കാൻ ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അല്ലല്ലോ, പാലത്തിന്റെ ടെൻഡർ എനിക്ക് കിട്ടാൻ വേണ്ടിയല്ലോ ഇയാള് കാശ് കൊടുത്തേ. പാലോ എന്ത് പാലോ? അമ്പിളിച്ചേട്ടാ, ഞാനൊരു കാര്യം പറയാണ്. അമ്പിളിച്ചേട്ടനോട് എനിക്ക് തികഞ്ഞ ബഹുമാനം ഉണ്ടായിരുന്നു. ഞാനൊരു സഹോദരനെ പോലെയാണ് നിങ്ങളെ കണ്ടത്. പക്ഷെ ഈ പ്രവൃത്തി അമ്പിളിച്ചേട്ടന് ചേർന്നതായിരുന്നില്ല. ഇത് ആ ഫോട്ടോയിലിരിക്കുന്ന ആരാന്ന് അമ്പിളിച്ചേട്ടൻ അറിയാം? നിന്റെ അച്ഛല്ലേ? എന്റെ അച്ഛൻ ആരായിരുന്നു? ഹവിൽദാറല്ലേ? ഹവിൽദാർ വീരഭദ്രൻ നായർ. ആ മനുഷ്യനിരിക്കുന്ന കുടുംബത്തുകാർ ഈ പണി കാണിക്കാൻ പാടില്ലായിരുന്നു. അമ്പിളിച്ചേട്ടൻ അറിയാലോ, എന്റെ ക്ലീറ്റ് എത്ര നാളായി രാഷ്ട്രീയക്കാരനായിട്ട് നടക്കണു. ഇന്ന് ഈ നിമിഷം വരെ 5 പൈസയുടെ കൈക്കൂലി ഇതുവരെ ക്ലീറ്റോയെ മേടിച്ചിട്ടില്ല. ഞാൻ അതിനകത്തോട്ട് നിർബന്ധിച്ചിട്ടുമില്ല. ഞങ്ങളൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. അല്ല നിന്നെ പോലെ ഈ കള്ളപ്പണിയൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. നിനക്ക് എന്ത് പ്രായമുണ്ട്? എന്നെക്കാൾ എന്തോ ഇളയ കൊച്ചാ നീ. എന്തൊക്കെയാ പറയുന്നത്? പൈസക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിനെ കൊണ്ട് ആവശ്യമില്ലാത്ത പണി ഏൽപ്പിക്കുന്ന പണി. അയ്യോ അവള് ഇംഗ്ലീഷ് അമ്പിളിച്ചേട്ടാ, ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്റെ തങ്ക ഒന്ന് നിർത്ത്. ഞാൻ അവൾ എന്താണ് പറഞ്ഞത്? എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടത് ഈ 2 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്താ അമ്പിളിച്ചേട്ട സമ്മതിച്ചിട്ടുണ്ട്. നീ പെങ്കുച്ചു ഫോണിൽ കൂടി പറയണത് ഞാൻ കേട്ടതാ. പറഞ്ഞില്ലേ കൊച്ചേ? നീ ഇയാളുടെ പറഞ്ഞില്ലേ? അമ്പിളിച്ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോ? നീ പറഞ്ഞതല്ലേ? അല്ല, നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ കൈക്കൂലി മേടിക്കോ, ഈ കുടുംബത്തിൽ പറ്റില്ല എന്നാ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ആരാണെന്ന് അറിയാം. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം ഇത് ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ ഒന്ന് ദേവി നീ ഉരുണ്ട് കളിക്കല്ലേ അമ്പിളി? നീ അവിടെ മാറിയില്ലേ? ആളെ വിളിച്ച് കൂട്ടിയാണ്ടല്ലോ ഇപ്പൊ എല്ലാം പൊളിയും. എന്തോന്ന് പൊളിയാ? തെളിവുണ്ടോ ഇതിനകത്ത്? താൻ കോൺട്രാക്ടർ അല്ലേടോ? അറിയാമോ? ഇവന് മാമനാണ്. അമ്പിളി പുതിയ കഥ കൊള്ളാം കേട്ടാ. മാമൻ പോലും. നിർത്ത്. ഇത് എന്റെ സഹോദരനും മാളാ. അവർക്ക് വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഞാൻ കാശ് കൊടുക്കാൻ വന്നതാ 2 ലക്ഷം രൂപ. എന്തെങ്കിലും പറയുക. എന്റെ തങ്കം ഇതുള്ള മാമനാണ്. കാലം കൊണ്ട് എൻ്റെ അടുത്ത് പറയാണ് വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ. ഞാൻ വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞ് ഒഴിഞ്ഞതാണ്. ഇന്ന് രാവിലെ എന്നെ അവിടെ പിന്നെ ഇരിക്കാനും കിടക്കാനും സമ്മതിക്കാതെ എന്നെ കഷ്ടപ്പെടുത്തി അവൾ അവസാനം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ 2 ലക്ഷം രൂപ കൊണ്ട് വന്നതാണ്. അല്ല അത് പോട്ടെ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കുമെന്ന്? തോന്നണ്ടാ? കുറച്ചു കാലം കൊണ്ട് ഞാൻ വിചാരിക്കുക അവരെ സഹായിക്കണമെന്ന്. അതിന് വേണ്ടിയില്ല കാശും കൊണ്ടുവന്നത്. അവർ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് കൊടുക്കാൻ കൊണ്ടുവന്നത് ഞാൻ. അപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് സമാധാനമായല്ല? അല്ല നിനക്ക് സമാധാനമായല്ല? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ എല്ലാം ചെയ്തു വെച്ചത് ഈ നാട്ടുകാരെ മൊത്തം അറിയിച്ചപ്പോഴും നിനക്ക് സമാധാനമായല്ല? അങ്കിളെ സോറി അങ്കിളെ. ഏറ്റവും സോറി. ഇത് നല്ല അയൽക്കാരായത്. ശരി, ഓക്കെ. ഇല്ല ഞാൻ നാളെ വിളിക്കാം. ശരി മനസ്സിലായി. എന്നാലും തങ്കം ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആറിയിടാ ആണ്. ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ട് അവിടെ പൊളിച്ചു തരാ. Alien versus Alien.